ഹായ് ഗൈസ്, കൃജ ഹിയർ. ഇന്ന് എൻ്റെ കൂടെ ചായ് കോഫിയുടെ ഫ്ലോറിലുള്ളത് വിവിയാണ്. വിവിയ, വെൽക്കം ടു ദ ഫ്ലോർ. എനിക്ക് തോന്നുന്നു വിവിയെ മലയാളികൾ അറിയുന്നത് മോഡലായിട്ടും ആക്ട്രസ് ആയിട്ടൊക്കെ ആയിരിക്കും. എത്ര ഇയർ ആയി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്? 13 ഇയേഴ്സ് ആയി ഈ ഫീൽഡിൽ. എങ്ങനെയാ ശരിക്കും? ആദ്യം എനിക്ക് തോന്നുന്നു മോഡലിംഗ് വഴിയാണ് തുടങ്ങിയത്. എങ്ങനെയാ മോഡലിംഗിലോട്ട് എത്തുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫാഷൻ ഷോ അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങി ഇവിടെ IT ജോയിൻ ചെയ്ത ശേഷം എൻ്റെ കുറച്ച് കോളേജ് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർത്തിട്ട് ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡിൻ്റെ ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ വിളിച്ചു, നിന്നെ കൊണ്ട് പറ്റും, ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അതിന് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പുറത്ത് പറയാൻ പേടിയുള്ളൊരാഗ്രഹം. വീട്ടൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങനെ അടക്കി വെച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ഒരു അവസരം കിട്ടിയപ്പോൾ അതിന് ശേഷം ഇതുവരെ നിർത്തിയിട്ടില്ല. എന്തായിരുന്നു പഠിച്ചിരുന്നത്? ബിടെക്. കമ്പ്യൂട്ടർ സയൻസ്. എനിക്ക് തോന്നുന്നു TCS വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഈ മോഡലിംഗും TCSന്റെ ജോബും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതാ. അപ്പൊ എങ്ങനെയാ ഇത് ഒരുമിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത്? വളരെ കഷ്ടപ്പെട്ടങ്ങ് ബാലൻസ് ചെയ്തു. ലീവ് കിട്ടുമോ? ലീവ് കിട്ടില്ല, പാടാണ്. അങ്ങനെ ലീവ് ഒന്നും കിട്ടില്ല. ഞാൻ ആക്ച്വലി തുടങ്ങിയ സമയം മുതൽ മോഡലിംഗ് ചെയ്തിരുന്ന വീക്കെൻഡ്സ് ആയിരുന്നു. ഷൂട്ട്സ് ഒക്കെ വരുന്ന ഞാൻ അങ്ങോട്ട് ഓഫർ കൊടുക്കും. ലീവാണെങ്കിൽ ഞാൻ കുറച്ച് പൈസ കുറച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ IT എപ്പോഴും എൻ്റെ പ്രൊഫഷനും മോഡലിംഗ് എൻ്റെ പാഷനുമായിട്ടാണ് കൊണ്ടുപോക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ വീട്ടിൽ കംപ്ലീറ്റ്ലി IT കളഞ്ഞിട്ട് നിൽക്കാൻ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം ഞാൻ മോഡലിംഗ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഓക്കെയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ വൺസ് ഞാൻ IT ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വൻ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറക്കി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ 2 months ആയി റിസൈൻ ചെയ്തു. ആഫ്റ്റർ 13 years ഞാനിപ്പോൾ റിസൈൻ ചെയ്തു. അറ്റ്ലീസ്റ്റ് കുറച്ച് നാൾ കഴിയുമ്പം എൻ്റെ 100% ഞാൻ ഇട്ടില്ല. മോഡലിംഗ് എങ്ങനെ ജോലിയുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ മോർ ഇൻ ടു മൂവീസ് നോക്കുകയാണ്. എൻ്റെ ഒരു പാഷനേക്കാളും മുകളിൽ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത് മൂവിയിലാണ്. ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മരിക്കണം എൻ്റെ ആഗ്രഹം. നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. പിന്നീട് എൻ്റെ 100% ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമ്മൾ റിഗ്രറ്റ് അതെ. എനിക്ക് തോന്നുന്നു ഒരു 6+ ഫിലിംസിൽ വന്നിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ മൂവീസിന്റെ ഒക്കെ എക്സ്പീരിയൻസ്? എനിക്ക് മലയാളം, തമിഴ്, തെലുങ്കു 3 ഇൻഡസ്ട്രിയാണ് വന്നിരുന്നത്. എന്താ ഇതിന്റെയൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത്? വ്യത്യാസം അങ്ങനെ ചോദിച്ചാല് ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതൊക്കെ എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ട് റെസ്പെക്ട്, മണി. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നത് എവിടെയായിരിക്കും? എനിക്ക് അറിയാനാണ്. തെലുങ്ക്, തമിഴില് ലേഡീസിന് ഭയങ്കരമായിട്ട് റെസ്പെക്ട്. ഇപ്പൊ മലയാളത്തിൽ റെസ്പെക്ട് കിട്ടുന്നില്ല എന്നൊന്നും അല്ല, എനിക്ക് അങ്ങനെ ഡിസ്റെസ്പെക്ട് ഒന്നും എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവര് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു വേണം പറയാൻ. നമുക്ക് ഒരു കുറവും വരാതെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ അതെ. അതുപോലെ പേയ്മെന്റ് വൈസ് നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് കിട്ടുന്ന പോലെ നാട്ടിൽ കിട്ടില്ല. അതാണ് വ്യത്യാസം. മലയാളത്തില് ലാൽ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഇട്ടിമാണിയിലാണ്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഇട്ടിമാണിയിലോട്ട് എത്തുന്നേ? ഇട്ടിമാണിയിലോട്ട് എത്തുന്നത് എനിക്ക് ലാലേട്ടനെ ഒരു പ്രാവശ്യം അതൊരു സ്റ്റോറിയാണ്. ഞാൻ ഒരു പ്രാവശ്യം ചെന്നൈ ഷൂട്ട് ചെയ്യാൻ ഒരു ആഡ് ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്ന് ഫ്ലൈറ്റിൽ കയറാൻ നിന്നപ്പോൾ എൻ്റെ ക്യൂവിൽ എൻ്റെ ഫ്രണ്ടിൽ ലാലേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ് ലാലേട്ടൻ. പക്ഷെ എനിക്കൊന്ന് ഒരു നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞാൻ ഭയങ്കര കുറച്ച് ഷൈയാന്ന് പറയാൻ പറ്റുന്ന, എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ധൈര്യം വരുന്നില്ല. ഞാനിങ്ങനെ ചിരിച്ചൊക്കെ എങ്ങനെയാണെന്ന് കയറി സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിങ്ങനെ നിന്നിട്ട് ചെന്നൈ മുതൽ ഇവിടെ വരെ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തു. സെയിം ഫ്ലൈറ്റിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ലാലേട്ടനോട് സംസാരിക്കണം. അത് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെ ഒരു 1 hour 50 minutes ഉണ്ടല്ലോ ചെന്നൈ ടു കൊച്ചി. അത്ര നേരം ഞാൻ തന്നെ എന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്തപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ലാലേട്ടനോട് ഇങ്ങനെ സംസാരിച്ചു. ലാലേട്ടാ, ഇങ്ങനെ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ വിജയ് സൂപ്പർ പൗർണമി ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയം ആർട്ടിസ്റ്റാണ്, എനിക്ക് കുറച്ച് നല്ല മൂവീസ് ചെയ്താൽ എന്നൊന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ
ഇപ്പോൾ ഒരു മൂവി ചെയ്തു ആസിക്കയുടെ കൂടെ, ലാലേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഞാൻ ചെയ്തു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ എൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. വേറെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ നമ്പർ കൊടുത്തു. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് പുള്ളി വിളിച്ചു. മോഹൻലാൽ റെക്കമെൻഡ് ചെയ്തിട്ട് ഇട്ടിവാണിയിൽ എത്തിയ ആളാണ്. ഓക്കെ. ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഭയങ്കര വലിയ റോളൊന്നും ആയിരുന്നില്ല, പക്ഷെ ഫുൾ ലെങ്ത് ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് 6 hours എന്ന് പറഞ്ഞ തമിഴ് ഭരത്തിന്റെ കൂടെ. അതും ഈ മൂവിയും കൂടെ ആക്ച്വലി ഞാനിപ്പോൾ കോഗ്നിസന്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഈ മൂവി ചെയ്തിട്ട്, അതെ മൂവി ചെയ്തിട്ടാണ് പിന്നെ TCSൽ കയറിയത്. ലാലേട്ടന്റെ റെക്കമെൻഡേഷൻ. ഇപ്പൊ വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ പേര് അറിഞ്ഞത് അതുകൂടി മലയാളികൾ ഇപ്പോഴും തിരിച്ചറിയുന്നത് വിജയ് സൂപ്പർ പറഞ്ഞു. ആദ്യത്തെ സീൻസ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഓക്കെ. എങ്ങനെയാണ് വിജയ് സൂപ്പറിലോട്ടുള്ള എൻട്രി? ജിസ് ജോയ്സ് ചേട്ടനില്ലേ, സാറാണ് പണ്ട് പോലെ ആഡ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് വിളിച്ചിട്ട് ഇങ്ങനെ സാർ മൂവി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മെസ്സേജ്, സാർ എന്നെയും കൂടെ പ്ലീസ് ഉറപ്പായിട്ടും ഇങ്ങനെ ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ചെറുതാണ്, ഇവർക്ക് ചെയ്യാന്നതിന് കുഴപ്പമുണ്ടോ എന്ന് അങ്ങനെ. എങ്ങനെയായിരുന്നു ആസിഫ് അലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേ ആക്ച്വലി ഭയങ്കര ടെൻഷനാണ്. ഇപ്പം ആണെങ്കിലും ഫസ്റ്റ് ഡേ ഷൂട്ട് എനിക്ക് ടെൻഷൻ ആയിരിക്കും, പിന്നെ ഒന്ന് കംഫർട്ടബിൾ ആയി വരാൻ കുറച്ച് സമയം. അതിപ്പം മോഡലിംഗ്, ഇത്രയും വർഷമായിട്ട് മോഡലിംഗ് ആണെങ്കിലും എൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, പിന്നെ ഫ്ലോയിലേക്ക് എത്താൻ കുറച്ച് സമയമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം അന്ന് ഞാൻ ആസിഫ് ഖാൻ്റെ കൂടെ ഫസ്റ്റ് വർക്ക് ചെയ്ത ദിവസവും ഇതുപോലെ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുക. ആദ്യമായിട്ടാണ് ഒരു നല്ല വലിയ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കാറില്ല, അങ്ങനെയൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആസിക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് എന്നെ കംഫർട്ടബിൾ ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആസിക്ക് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇത്ര വർഷമായിട്ട് മൂവ് ചെയ്യുന്നത്, എനിക്ക് ഇന്നും ഫസ്റ്റ് ഡേ അങ്ങനെയാണ്. അത് ആർട്ടിസ്റ്റിന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. അത് ഓർത്തിട്ട് ഫ്ലോ വരാനുള്ളത്. അപ്പൊ എല്ലാവരുമായിട്ടൊന്ന് കൂട്ടൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളൂ. പിന്നെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോ കളരിയിലെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. കളരി പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. എത്ര നാൾ പഠിച്ചു? ഞാനൊരു 6 to 8 months കണ്ടിന്യൂസ് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാലിലൊരു ലിഗമെന്റ് ടിയർ വന്നു. അങ്ങനെ നിർത്തിയിട്ട് ഇപ്പം കുറച്ച് ബ്രേക്ക് എടുത്തേക്കാം. എന്താ കളരിയിലോട് ഒരു ആഗ്രഹം വരാൻ കാരണം? ആഗ്രഹം വരാൻ ബേസിക്കലി എനിക്ക് ഇങ്ങനത്തെ മാർഷൽ ആർട്സ് അങ്ങനെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. മോർ ദാൻ ദാറ്റ് ഒരു 1.5 year ആയിട്ട് ഞാനിങ്ങനെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, ഞാൻ എഴുതി വെക്കുകയാണ്. വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സ്കിൽസ് വേണം, എന്തൊക്കെ നമ്മൾ സ്കില്ല് ചെയ്യണം. അങ്ങനെയുള്ള എൻ്റെ ലിസ്റ്റിലെ വൺ ഓഫ് ദ ഐറ്റം കളരി. ഇപ്പൊ ബോക്സിംഗ് പഠിക്കുന്നില്ലേ? ബോക്സിംഗ് പഠിക്കുന്നു. അപ്പൊ എങ്ങനെ ബോക്സിംഗിലോട്ട് എത്തി? അത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നാണോ? ഇനി എന്തൊക്കെ ഉണ്ട് ലിസ്റ്റിൽ? ഉണ്ടോ? ബോക്സിംഗ് എത്ര നാളായി? ബോക്സിംഗ് ഇപ്പൊ ഞാൻ 2 months ആയിട്ടേ ഉള്ളൂ. ആണോ? ഇപ്പൊ കളരിയും ബോക്സിംഗും കൂടെ കമ്പയർ ചെയ്താൽ ഏതാ കുറച്ചും കൂടി ഈസി? അങ്ങനെ പറയാനാണെങ്കിൽ രണ്ടും നല്ല ടഫാണ്. രണ്ടും കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ പിഴിഞ്ഞ് ഊറ്റി വെച്ചേക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ എനിക്ക് വലിയൊരു ഡിഫറൻസ് പറയാൻ ഉള്ളത്, കളരിയിൽ എൻ്റെ കളരി ആശൻ വെള്ളം കുടിക്കാൻ ഇൻ ബിറ്റ്വീൻ സമ്മതിക്കത്തേയില്ല. അത് 1/2 hour മുമ്പും പറ്റില്ല, ശേഷം. അതായത് ഒരു 3 hours വെള്ളമേ കുടിക്കുന്നില്ല. അതെനിക്കൊരു ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര അത് കുറച്ച് പാടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ബോക്സിങ് അത്രയും പാടില്ല. ബട്ട് ആക്ടിവിറ്റി വൈസ് അല്ലെങ്കിൽ ആക്ഷൻസ് എല്ലാം രണ്ടും ഭയങ്കര ടഫ് തന്നെയാണ്. ഇപ്പൊ കറന്റ് ബോക്സിംഗിലോട്ടാണ് പോകുന്നത്. സോളോ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം വഴിയും അങ്ങനെയൊക്കെ. ഓക്കെ. ഏതായിരുന്നു ഇപ്പൊ ലാസ്റ്റ് പോയ ഡെസ്റ്റിനേഷൻ? ഏതാ? ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയത് അതാണോ ഫസ്റ്റ്? ഓക്കെ. മൂന്നാർ വരെ ഒന്ന് പോയായിരുന്നു. ഒറ്റയ്ക്ക്? സോളോ ഒറ്റയ്ക്ക്? സോറി, സോളോ ഒറ്റയ്ക്ക്. ഞാൻ സോളോ. ഏതാ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ? അല്ലെങ്കിൽ എനിക്ക് സോളോ പോകണം? അങ്ങനെയൊന്നും പ്ലാൻഡ് അല്ല. അതുപോലും മൂന്നാർ പോലും അങ്ങനെ പ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു സാധനമല്ല. ആക്ച്വലി ഞാൻ ഇപ്പം റിസൈൻ ചെയ്തിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം എൻ്റെ വീട്ടിലൊട്ടും സപ്പോർട്ടീവ് അല്ല. കംപ്ലീറ്റ്ലി IT കളയാന്ന് വെച്ചാൽ അവർക്കൊക്കെ എന്നെ കൊല്ലുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെ ഒട്ടും സപ്പോർട്ട് ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും. എന്ത് ചെറിയ കാര്യത്തിന് ഡെയിലി നമ്മൾ ടെൻഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും.
അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും കുറച്ച് സ്ട്രെസ് എന്ന് തോന്നി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യും. അതിപ്പം ഇങ്ങനെ സിറ്റിക്കകത്തോടാണേലും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കുറച്ച് ഞങ്ങൾക്ക് കൂടുതലും മൂവാറ്റുപുഴ അങ്ങോട്ടുള്ള റോഡ് കുറച്ച് കൂടുതൽ ഡ്രൈവ് ചെയ്യും. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര അവേഴ്സ് വേണമെങ്കിലും കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഞാൻ ചെന്നൈ ടു കൊച്ചിനൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടും പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഡ്രൈവിലാണ് എൻ്റെ ഒരു സ്ട്രെസ് ഞാൻ കളയുന്നത്. പാട്ടൊക്കെ മുറക്കിയിട്ട് അതിന്റെ കൂടെ കരയണമെങ്കിലും ഞാൻ വണ്ടി എടുത്ത് പുറത്തു പോകും. അങ്ങനെയാണ് പൊതുവെ എൻ്റെ ഒരു എൻ്റെ കാറ് എൻ്റെ ഡ്രൈവിങ് എൻ്റെ ഒരു സ്പേസ് ആണ്. അങ്ങനെ ഒരു ദിവസം മൂവാറ്റുപുഴ വരെ പോയതാ. അപ്പോൾ ഒരു 3-6 ബോർഡ് കിട്ടും. വണ്ടി തിരിച്ച് അങ്ങനെ പോയി. ഒരു ഡ്രസ്സ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അന്ന് ഞാനൊരു ആക്ച്വലി ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിട്ട് ഫോർമൽസ് ഒക്കെ ഇട്ട് ഹൈ ഹീൽസ് ഒക്കെ ഇട്ടിട്ട് മീറ്റിംഗ് കഴിഞ്ഞൊരു ഡ്രൈവിന് പോയ വഴിയാണ്. എന്നിട്ട് അങ്ങനെ പോയി. എത്ര ദിവസം നിന്നോ? 2 ദിവസം. അപ്പൊ ഡ്രസ്സൊക്കെ എന്ത് ചെയ്തു? ചെന്നിട്ട് വാങ്ങിച്ചു. അങ്ങനെ വേണോ ട്രിപ്പ് പോകാൻ? അല്ലാണ്ട് പ്ലാൻ ചെയ്ത് എൻ്റെ കാര്യത്തിൽ പൊതുവെ നടക്കുന്നില്ല. ഞാൻ പിന്നെ ഓവർ തിങ്ക് ചെയ്യും കുറച്ച്. അപ്പോൾ അത് വേണോ ഇത് വേണോ, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ. അല്ലാതെ വെറുതെ പോയി വരാൻ പറഞ്ഞാൽ ഞാൻ പേടിക്കാൻ മെയിൻ റീസൺ വീട്ടുകാർ പറഞ്ഞാൽ കൊല്ലു. അത് ഇതെന്ത് ചെയ്തു? വീട്ടുകാരെങ്ങനെ മാനേജ് ചെയ്തു? പോകുന്ന വഴിക്ക് എല്ലാവരോടും വിളിച്ച് പറഞ്ഞു ഞാൻ പോവാണെന്ന് അന്വേഷിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകണമെന്നുണ്ട്. എനിക്ക് ഗോൾഡൻ ടെമ്പിൾ പോകണമെന്നാണ് നെക്സ്റ്റ് എൻ്റെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അത് സോളോ ട്രിപ്പ് തന്നെ പോകണമെന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ് പ്രൊജക്ട്സ് എന്തൊക്കെയാ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ? എനിക്ക് പുറത്ത് പറയത്തക്ക രീതിയിലുള്ള പേരുകൾ പറയാൻ ഉറപ്പായിട്ടില്ല. 2 ഡിസ്കഷൻ, ഫിലിംസ് തമിഴ് 2 ഡിസ്കഷൻ ഉണ്ട്, മലയാളവും ഉണ്ട്. ആഡ്സിന്റെ സെക്ഷനിലോട്ട് വരാം. ഒരു 200+ കൊമേഴ്ഷ്യൽ ആൻഡ് ഡിജിറ്റൽ ആഡ്സ് വന്നിട്ടുണ്ട്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? കാരണം ഈ 13 വർഷത്തിൽ 200-ലധികം ആഡ്സാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആഡിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് കയറിയപ്പോഴുള്ള ആ ഒരു ഫീൽഡും ഇപ്പോഴും അതെങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് കാണുന്നത്? നല്ല ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി. ഞാൻ 2011 ഫസ്റ്റ് ആഡ് ചെയ്ത് തുടങ്ങുന്നത്. ഫസ്റ്റ് ആർക്ക്? ആ ടെക്സ്റ്റൈലിന് വേണ്ടി ഫ്രണ്ട്സിൻ്റെ. ഓക്കെ, ആ സമയത്ത് പോലെയല്ല. ആ സമയത്ത് നമ്മളൊരു ആഡ് ചെയ്താൽ ഇപ്പോൾ അതൊരു യൂട്യൂബിൽ ഏതെങ്കിലും ഇപ്പം മോഡലിംഗ് ഏജൻസീസോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആരെങ്കിലും ഇട്ടാൽ തന്നെ ആ ഒരു ലിങ്ക് നമ്മൾ ഷെയർ ചെയ്താൽ ആരെങ്കിലും കാണണം. അല്ലാതെ യൂട്യൂബൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ആ സമയത്ത്. നമ്മളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനകത്തൊക്കെ നമ്മുടെ വർക്കൊക്കെ ഇടുമായിരുന്നു. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇടുന്ന അതിനകത്ത് ഇപ്പോഴത്തെ പോലെ ഒന്നും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ. ഇപ്പം നമ്മളൊരു ചെറിയ വർക്ക് ചെയ്താലും അതിന് ഭയങ്കര വിസിബിലിറ്റിയാണ്. ഇപ്പോഴും എന്നെ പലരും ബീമേഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നവരുണ്ട്. പലരും ബീമേഡ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചറിയുന്നവരുണ്ട്. പക്ഷെ അത് അന്ന് TV-യിൽ വന്ന് കണ്ട ഒരു ഇതാണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പം പക്ഷെ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ആയതുകൊണ്ട് ഏത് വർക്കും നമുക്ക് അത്രയും വിസിബിലിറ്റി ഉണ്ട്. ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അത്രയും എഫോർട്ട് ഇല്ല. മനസ്സിലായി. ആഡ്സിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ചെന്നൈ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. സ്ഥിരം പോയി വന്ന് പിന്നെ ഹൈദരാബാദ്, ഡൽഹി, മുംബൈ. ഈ മെയിൻ ബ്രാൻഡ്സ് ഏതൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, നല്ല ഓർമ്മയുള്ള കുറച്ച്. നമ്മുടെ കൊച്ചിയിലെ കേരളത്തിലെ പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, അതായത് ചെറുപ്പത്തിലെ ഭീമയുടെ ആഡ് കാണുമ്പോൾ മുതൽ ഓക്കെ അത് കണ്ട് ആഗ്രഹിച്ച് ഞാൻ ചെയ്തൊരു സാധനം ഭീമ തന്നെയാണ്. ചെയ്തിട്ട് 10 വർഷമായി. ബട്ട് സ്റ്റിൽ എൻ്റെ ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഇഷ്ടമുള്ളതും നമ്മൾ ഓക്കെ. അന്നൊക്കെ ആക്ച്വലി ഭീമയുടെ ആഡൊന്നും കേരള മോഡൽസിന് കിട്ടില്ല, കൊടുക്കില്ല. അങ്ങനെയായിരുന്നു. പുറത്തുനിന്നാണ് ശരിയാണ്. ഞാൻ ഭീമയുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മളൊന്നും ഇതിനൊന്നും വിളിക്കുക ലോക്കൽ മോഡൽസിലേക്ക് പുച്ഛാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കരിയറിൻ്റെ ഒരു മൈൽ സ്റ്റോൺ പോലെയായിരുന്നു ഭീമയുടെ ആഡ്. ബിൽ ബോർഡ്സിലൊക്കെ ഫോട്ടോസ് കാണില്ലേ നമ്മുടെ? എന്താ ഫീല്? നമ്മുടെ ഫോട്ടോ അല്ലേ വലുതാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കാണുമ്പോൾ ഓക്കെ അങ്ങനെ ഒരെണ്ണം കൂടി ആയി എന്ന് തോന്നാറുണ്ട്. അല്ലാണ്ട് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇപ്പം തോന്നാറില്ല. പക്ഷേ ഞാൻ കരിയർ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് കൊച്ചിയിൽ വന്ന മോസ്റ്റ് ഓഫ് ദ ഹോർഡിങ്സ് എന്ന് പറയുന്നത് ഗിരിപ്പൈൻ്റെ ആയിരുന്നു. ഫസ്റ്റ് വന്ന കുറേ ഹോർഡിങ്സ് ഉണ്ടായിരുന്നു. എല്ലാ മെയിൻ ജംഗ്ഷൻസിലും അവർക്ക് ഹോർഡിങ്സ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ കൊച്ചിയിൽ വരുന്നതിന് ഒരു വ്യത്യാസം അതായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഞാൻ IT വർക്ക് ചെയ്യുന്നത്, ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോഴും ഈ വീക്കെൻഡ് അങ്ങനെയാണ്. മാസത്തിൽ 2 ലീവൊക്കെ എടുത്താൽ പ്രശ്നമില്ല. 2 ലീവ് എടുക്കും.
അതുകൂടാണ്ട് വീക്കെൻഡ്സ് കിട്ടുന്ന ഷൂട്ട് അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് എങ്ങാനും വല്ല പനിയും ജലദോഷവും കിടപ്പിലായാൽ പോലും ഞാൻ ഓഫീസിൽ പോയിരിക്കും. പോയിരിക്കും. കുഴപ്പമില്ല, ഞാൻ വന്നോളാം. അങ്ങനെ ശരിക്കും ആ കാര്യത്തിലൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. വർക്കും അതുപോലെ നമുക്ക് വീക്കെൻഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാത്രിയും പകലും ഇല്ലാണ്ട് കുത്തിയിരുന്നിട്ടായിരിക്കും ചിലപ്പം നമുക്ക് വർക്ക് വരുന്ന ദിവസങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു അന്നത്തെ ഒരു മോഡൽസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു വേറെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല. ഇതിലൊന്നും പെടുന്നില്ല, ഞാൻ രാവിലെ പോകുന്നു, IT പണിയെടുക്കുന്നു, തിരിച്ചു വന്നു, തലയിൽ ഫുള്ള് IT മാത്രമേ ഉള്ളൂ, അങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഞാൻ ചിലപ്പോൾ രാവിലെ എനിക്ക് രാവിലെ ഞാൻ കല്ലൂരായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അവിടുന്ന് പ്രൈവറ്റ് ബസ്സില നമുക്ക് കമ്പനി ബസ്സുണ്ട്, അതിൽ രാവിലെയാണ് ഓഫീസിൽ പോകുന്നത്. മിക്ക ദിവസവും അത് 8 മണിക്ക് വരുവേ. ആദ്യമൊക്കെ ഊബർ പിടിച്ചും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവിടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ കുളം പറയാം. പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇങ്ങനെ സൈറ്റിലിരുന്ന് പോകുമ്പോൾ എൻ്റെ ഹോർഡിങ്സ് അപ്പോൾ ആരെങ്കിലും പരിചയമുള്ളവർ കാണുന്നുണ്ട്, നീയല്ലേ അങ്ങനെ പറയണം. അപ്പം എൻ്റെ അതുപോലെ ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും കണ്ടാലും എന്നെ പരിചയപ്പെടുത്താം, മോഡലാണ്, കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ. നടക്കുന്ന അങ്ങനെയായിരിക്കും നമ്മളൊരു ഒരു ഗെറ്റപ്പിൽ അങ്ങനെ നടക്കേണ്ടി വരാറില്ല. ഓഫീസിൽ പോയി പണിയെടുക്കാനുള്ളതാണല്ലോ. അതെ, ശരിയാണ്. ഇപ്പൊ ഈ ബിൽ ബോർഡ്സിലൊക്കെ ആൾക്കാർ കാണുന്നു, ചിലവർ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. ഇപ്പൊ ഇതൊക്കെ കണ്ട് ഇൻബോക്സിലൊക്കെ മെസ്സേജ് വരുമോ, ഇങ്ങനെ ഞാൻ ഭയങ്കര ഫാനാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും? എന്ത് പറയാ? ഇൻബോക്സ് ഒക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്ത് പറയാ അവരുടെ അടുത്ത്? ഞാനൊരു ഹൈയും സ്മൈലി ഇട്ട്. ശരി ചേട്ടാ, താങ്ക് യു, സന്തോഷം. ഓക്കെ. ഇപ്പം ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ എനിക്കൊരു ഇൻഫർമേഷനാണ്, ആക്ടിങ് വർക്ക്ഷോപ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ വർക്ക്ഷോപ്സൊക്കെ ഈ ആക്ടിങ്ങിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ശരിക്കും? ആക്ടിങ്ങിന് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഓരോ ലെസൺസ് തന്നെയാണ്. മോർ ഓവർ നമ്മളെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആക്ടിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഞാൻ കൂത്തുപെട്ട ഒരു 4 months പോയിട്ടുണ്ട്, പിന്നെ ആദിശക്തി ഒരു 10 days പോയിട്ടുണ്ട്. എനിക്കിത് രണ്ടിൽ നിന്നും കിട്ടിയ അവർ പറഞ്ഞു തന്ന ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ കീപ്പ് ഇറ്റ് അപ്പാർട്ട്. അതിനേക്കാളും എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് ഞാൻ എന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത കുറച്ച് നാളിൽ എന്നിലുണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റും എൻ്റെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ആവുന്നതും ഇപ്പം വ്യത്യാസങ്ങൾ വരും. നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറും. ഞാനിത് ആക്ച്വലി മൂവി സീരിയസ് ആയിട്ട് എടുത്തിട്ടൊരു 1.5 year ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് അങ്ങനെ എനിക്ക് കംപ്ലീറ്റ്ലി അതിലേക്ക് നോക്കണം എന്നുള്ള തോട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്വേഷിച്ച് തുടങ്ങിയത് എൻ്റെ ആക്ടിങ് സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നിങ്ങനെ എനിക്കറിയാവുന്ന ആർട്ടിസ്റ്റിനോടെല്ലാം ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെയിലി പ്രാക്ടീസസ് എന്താണ് അതിന് വേണ്ടി ഓരോ ക്യാരക്ടറിനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ജയസൂര്യനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, നീ ഇപ്പം അന്വേഷിച്ച് തുടങ്ങിയില്ലേ, യു വിൽ ഫൈൻഡ് ഇറ്റ്, നിനക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇപ്പം ഞാൻ പറയുന്നില്ല ഞാൻ കണ്ടുപിടിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന്, പക്ഷെ എനിക്ക് എൻ്റെ അങ്ങനെ ഒരു ആക്ടിങ് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള തോട്ട് കംപ്ലീറ്റ്ലി എടുത്ത് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങി. ഓരോ ദിവസവും എനിക്ക് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് കാണാം. അങ്ങനെ. ഓക്കെ. ഇപ്പം അഭിനയം സീരിയസ് ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ഏത് ജോണർ ഫിലിംസ് ആണ് കുറച്ചും കൂടി ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ നമുക്ക് തോന്നില്ലേ, അതെന്താ? എനിക്ക് ആക്ച്വലി ഫിലിമിൻ്റെ ജോണറിനെക്കാളും എൻ്റെ ക്യാരക്ടർ ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം ഭയങ്കര നമ്മുടെ നെക്സ്റ്റ് ഡോർ ഗേൾ എന്ന് പറയുന്ന പോലത്തെ ഭയങ്കര റോ ക്യാരക്ടർ, ഇപ്പം നിമിഷ സഞ്ജയനൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഏകദേശം അടുത്ത് വരുന്ന പോലെ ഒരു വർക്ക് ഞാൻ റീസെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 1000+ ബേബീസ് എന്ന് പറഞ്ഞ ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസ്. അതിനകത്ത് എൻ്റെ ക്യാരക്ടറിന് 2 ഫേസ് ഉണ്ട്. അതിലൊരു ഫേസ് ഏകദേശം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പക്ക പണ്ടത്തെ ഒരു അങ്ങനത്തെ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ഫിറ്റ്നസ് ഇങ്ങനെ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, അപ്പം അതും ബോക്സിങ്ങും ഇതെല്ലാം പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് എന്ന് പറയുന്നത്. എന്താ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? ഞാനൊരു ഫാൻസി ഡയറ്റിൻ്റെ ആളല്ല. ഞാൻ ആക്ച്വലി ഡെയിലി വെജിറ്റബിൾസ് ഇൻടേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ ചെയ്യും മസ്റ്റായിട്ടും. ഫ്രൂട്ട്സ് കഴിക്കും. പ്രോട്ടീൻ എൻ്റെ റിക്വയർമെൻറ്റ് എത്രയാണോ അത് മസ്റ്റായിട്ടും കഴിക്കും.
ഇതൊക്കെ ഞാൻ സാലഡാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, ഞാൻ സാലഡ്സിന് റീപ്ലേസ് ചെയ്ത് അവിയലായിരിക്കും കഴിക്കുന്നത്. നമുക്ക് എന്താണ് ഇഷ്ടം ആ ഒരു ഫോമിൽ. എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള എന്താണ് അത് നോക്കിയിട്ട്. പക്ഷെ ഞാൻ റൈസ് ഐറ്റംസ് പൊതുവെ അത് ഡയറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതല്ല. പണ്ട് മുതലേ എനിക്ക് ഭയങ്കര താല്പര്യമില്ല, ചോറ് കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോയിരുന്നത്. പിന്നെ മമ്മി വർക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് മമ്മിക്ക് ഈസി ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മോളെ നോക്കിയിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഡയറ്റിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാം, ഫേവറേറ്റ് ഫുഡ് എന്താ ശരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കപ്പയും മീൻകറിയൊക്കെ. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഞാൻ കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. എൻ്റെ ചീറ്റ് ഡേയ്സിൽ ഞാൻ കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചാണേലും എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കും. അങ്ങനെ ഒന്നും ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് ഡേ ആണോ? 2 ആഴ്ചയിൽ ഒരിക്കൽ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു മീൽസ് എങ്കിലും എങ്ങനെ പോയാലും എവറി ഡേ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റ് എന്നല്ല, ഒരു ദിസ് ഓർ ദാറ്റ് എന്നുള്ള പോലത്തെ ഒരു ചെറിയൊരു, ഇപ്പം ആക്ടിങ് ആൻഡ് മോഡലിംഗ് എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ആക്ടിങ് ആണ്. ഒരു 5 വർഷം മുൻപുള്ള വിവിയാണെങ്കിൽ മോഡലിംഗ് ആയിരിക്കും. ഓക്കെ, ശരി. ഇപ്പം ബീച്ച് ഓർ മൗണ്ടൻസ് ഏതായിരിക്കും? ബീച്ചാണ് കുറച്ചും കൂടി ഇഷ്ടം. ഓക്കെ. ആൻഡ് ഇപ്പം ജിമ്മും ബോക്സിങ്ങും അറ്റ് എ ടൈം പോകുന്നുണ്ട്, സോ ജിം ഓർ ബോക്സിങ്? ജിം. വൈ? എളുപ്പമാണോ? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടെ ജിം ആയിരിക്കും അല്ലേ? ഞാനിപ്പം ബോക്സിംഗ് ചെയ്യുന്നുണ്ടോണം വീക്കിലി 5 ഡേയ്സ് എനിക്ക് ബോക്സ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അത് ഭയങ്കര എനിക്ക് അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ. ഓക്കെ, ശരി. ടീ ഓർ കോഫി? കോഫി. ഇനി രണ്ടും എന്ന് പറയേണ്ടാത്ത ഒരു ആൻസർ, മോഹൻലാൽ സാർ ഓർ മമ്മൂട്ടി സാർ? സത്യമായിട്ട് രണ്ടും. എനിക്കറിയാതെ വരുന്നത് എന്തായാലും കുറച്ച് അങ്ങനെ പറയാനേ പറ്റില്ല. ഓക്കെ, എല്ലാ മലയാളികളുടെയും പ്രശ്നമാണ്, ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം എൻഡ് ആണ്. ഈ കുറച്ച് നേരം ഞാനായിട്ട് സംസാരിച്ചതിനും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും താങ്ക് യു. കൂടുതൽ ഫിലിംസൊക്കെ കിട്ടട്ടെ. താങ്ക് യു.